നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കൽ അവന് നിശ്ചയമായിട്ടും കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാവുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പുറകിൽ നിന്ന് കേൾക്കും. യെശയ്യാപ്രവചനം 30-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. കഷ്ടതകൾ നമ്മെ ദൈവത്തിൻ്റെ പക്കലുള്ളവയെക്കുറിച്ച് പഠിക്കുവാൻ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സ്വയം പര്യാപ്തതയെക്കുറിച്ച് ഇത്തരം അവസ്ഥയിൽ മാത്രമേ നമുക്ക് ബോധം വരികയുള്ളൂ. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് തങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും അറിഞ്ഞത്. ഫറവോൻ്റെ സൈന്യം പിന്നാലെ വന്നപ്പോൾ അവർ നിലവിളിക്കേണ്ടി വന്നു. എന്നാൽ ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച് നടുവിൽ കൂടി അവരെ നടത്തി. അതുപോലെ തന്നെ വിജനമായ മരുഭൂമിയുടെ സഞ്ചാരത്തിനിടയിൽ ഓരോരോ സാധനങ്ങളുടെ കുറവ് വരുമ്പോഴും ദൈവം തങ്ങൾക്ക് മതിയായവനെന്ന് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. നമ്മുടെ ആവശ്യങ്ങൾ ദൈവം നിവർത്തിക്കുന്നതനുസരിച്ച് അവിടുത്തെ മഹത്വം നമുക്ക് മനസ്സിലാകും. അതിനാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ഓരോ പരീക്ഷണഘട്ടങ്ങളും ദൈവം തന്നെ നമുക്ക് കാണിച്ചു തരുന്നതിന് മുഖാന്തരമായിട്ട് തീർക്കുന്നു. അവിടുത്തെ പരിജ്ഞാനവും ശക്തിയും കൃപയും നമുക്ക് കാണിച്ചു തന്ന് നമ്മെ അവിടുന്ന് വഴി നടത്തുന്നു. നമ്മുടെ ദുഃഖങ്ങളിലും പ്രതികൂലങ്ങളിലും ഇല്ലായ്മകളിലും ഭയന്ന് പറിക്കുന്ന നമ്മുടെ അവസ്ഥയിലും ക്രിസ്തുവിനെ നാം രുചിച്ച് അറിയുന്നവരായി തീരുക. ദൈവത്തിൻ്റെ സന്ദേശം നമ്മെ സ്പർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കരുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവികമായ പോംവഴികളല്ലാതെ മറ്റു യാതൊന്നും തന്നെ പ്രതികൂലാവസ്ഥകളിൽ നമ്മെ സഹായിക്കുന്നില്ല. മാനുഷികമായ പരിഹാരങ്ങളെല്ലാം നിഷ്ഫലമാകുമ്പോൾ ദൈവം നമുക്കായി പുതുവഴി തുറക്കുന്നു. പരീക്ഷകളും പ്രശ്നങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത് അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ കൃപ എല്ലാ സാഹചര്യങ്ങളിലും പതിയത്തക്ക വിധം എല്ലാ തരത്തിലുമുള്ള കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ്. അതിനാൽ എല്ലാവിധ സാഹചര്യങ്ങളെയും അദ്ദേഹം സാധനം ചെയ്യുകയും എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്നു എന്നാളിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സകല കാര്യങ്ങൾക്കും ആശ്രയിക്കുകയും ചെയ്തു. 2 കൊരിന്ത്യർ 12:9. നമ്മുടെ ജീവിതത്തിലൂടെ ഇത് തെളിയിക്കുവാനും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്നെ അനത്തെടുത്തോണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയുവാനും നമുക്ക് കഴിയണമെങ്കിൽ പ്രശ്നങ്ങളും വിഷമതകളും ജീവിതത്തിൽ വരുമ്പോൾ നാം മനുഷ്യരാരിലും ആശ്രയിക്കാതെ ദൈവത്തെ തന്നെ പൂർണ്ണമായി ആശ്രയം വെക്കണം. ദൈവത്തിൻ്റെ കരുതലും നമ്മെ പോറ്റുവാനുള്ള കഴിയും നാം മറന്ന് പോകരുത്. ഒരു മനുഷ്യനെയും പൂർണ്ണമായി ആശ്രയിക്കാനാവില്ല എന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഏതെങ്കിലും മനുഷ്യനിൽ ആശ്രയിച്ചാൽ നാം നിരാശരായിത്തീരും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് 118-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് കൂട്ടാളിയായിരിക്കും. ആരും തുണയില്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കും. ദൈവത്തോട് അടുത്ത് ചെന്നാൽ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇടയായിട്ട് തീരും. ഒരിക്കലും കൈവിടാത്ത ആ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയും ധൈര്യവും ലഭിക്കും.